ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇതേപോലെ വരും. അപ്പോൾ നമ്മൾ ഇത്രയും ടൂളുകളാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടൂളുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ചെയ്തത്. അപ്പോൾ നമുക്ക് 3D ഫ്ലോർ പ്ലാൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 3D ഫ്ലോർ പ്ലാൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതെല്ലാം നമുക്ക് സ്കെച്ച് ടു റെൻഡർ ആണെങ്കിൽ സ്കെച്ച് ടു റെൻഡർ. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ നമ്മൾ വോയിസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. എനിക്ക് 2D ഫ്ലോർ പ്ലാൻ, എനിക്കിപ്പോൾ 2D ഫ്ലോർ പ്ലാനെ 3D ഫ്ലോർ പ്ലാൻ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു ഇമേജ്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഫ്ലോർ പ്ലാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെ എന്താണെങ്കിലും നമുക്ക് കൊടുക്കാം. നമുക്ക് വേണ്ടത് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം, വോയിസ് ആയിട്ട് കൊടുക്കാം, മംഗ്ലീഷ് ആയിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് എഴുതുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എനിക്ക് വോയിസ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ പോയിട്ട് അലോ വൈൽ വിസിറ്റിംഗ് ദ സൈറ്റ് കൊടുക്കുക. പിന്നെ സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് വേണ്ടത് റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D ഫ്ലോർ പ്ലാൻ ആണ് വേണ്ടത്. കണ്ടോ? കേരള 3D ഫ്ലോർ പ്ലാൻ. ഇതേപോലെ നമുക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതിയിട്ട് വരും. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഴുതാനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമുക്ക് മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ടത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കേരള 3D ഫ്ലോർ പ്ലാൻ ആണ് വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ജേസൺ കോഡ് കൊടുക്കാം. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് വേണോ അത് ഇവിടെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മളിപ്പോൾ അതിലേക്ക് നോക്കണമായിട്ടില്ല. ഇപ്പൊ നമുക്ക് AI ടൂളുകളിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂളുകൾ എടുക്കാം. കുറെ ടൂളുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ അവൈലബിൾ ആണ്. ഇത് ജെമിനി. ഈ ജെമിനിയുടെ നമുക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ജിയോയുടെ സിം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജെമിനി ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിന്റെ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. ഒരു 2 GB വെച്ചിട്ടുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചാറ്റ് GPT ആണെങ്കിൽ ചാറ്റ് GPT നമുക്ക് ഇതിനകത്ത് ഗോ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആണ്. ഈ ഗോ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇമേജ് കൊടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഈ 2 ടൂളുകളും നമുക്ക് നോക്കാം. 2 ടൂളുകളിൽ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് നോക്കാം. ജസ്റ്റ് ഇത് അപ്ലോഡ് ചെയ്തു. ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ക്രിയേറ്റ് ഇമേജ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇമേജ് ക്രിയേറ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാണ്. ഇവിടെ ക്രിയേറ്റ് ഇമേജ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇവിടെ കണ്ടു ഇവിടെ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ പറ്റും. ഇപ്പൊ നമുക്ക് വന്നാൽ കണ്ടോ, ഇതാണ് നമ്മൾ കൊടുത്ത സാധനം. നമുക്ക് വന്നാൽ കണ്ടോ ഇത്. ഓക്കെ. നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ക്യാൻവ എന്ന് പറയുന്ന ഒരു ടൂളിൽ പോവാം. ക്യാൻവ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഞാൻ ഈ കൊടുത്തേക്കുന്ന സാധനം ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ഞാനിവിടെ പ്രസന്റേഷനിൽ പോയി ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ്. ഓക്കെ. 2 പ്രാവശ്യം നമ്മൾ കൊടുത്തല്ലോ. 2 ഇമേജ് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് കിട്ടിയ ഇമേജ് നമുക്ക് നോക്കാം. ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇത് ജെമിനിയിൽ നിന്ന് കിട്ടിയ ഇമേജ്. ഇത് ചാറ്റ് GPT നിന്ന് കിട്ടിയ ഇമേജ്. ഓക്കെ. ഇവിടെ നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. സൂം ചെയ്ത് നോക്കാം. ഇവിടെ സിറ്റ് ഔട്ട് ആണ് ആദ്യം വരുന്നത്. ഓക്കെ. ഇവിടെ സിറ്റ് ഔട്ട് വന്നു. അതേപോലെ ഇവിടെ ഒരു ഡോർ വന്നു. അതേപോലെ 660 കൂടെ 360 എന്ന് പറയുന്ന ഒരു ഹാള്. ഇവിടെ ഒരു ഹാളാണ് വരുന്നത്. ഇവിടെ 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 കണ്ടോ TV ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെ സെറ്റ് ചെയ്താണ് വന്നേക്കണം. ആ ഹാളിൻ്റെ അകത്ത് ഡൈനിങ് ടേബിളും അതുപോലെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അതേപോലെ 2 ഡോർ ഉണ്ട്. ഇവിടെ 2 ഡോറ്. അതേപോലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊരു പൂജാ റൂം. ഇവിടെ ഒരു ഭഗവാന്റെ ഫോട്ടോസ് ഇവിടെ പൂജാ റൂമും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇവിടെ വന്നേക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് ഒരു ബെഡ്റൂം. ഓക്കെ.
അപ്പൊ നമുക്കിവിടെ ബെഡ്റൂം ഉണ്ടോ, ഇവിടെ വന്നേക്കുന്നത് ഒരു ബെഡ്റൂമും ഒരു W3 വിൻഡോ ഒന്ന് കാണാം. അത് കഴിയുമ്പോൾ ഇവിടെ വരുന്നത് ഒരു ബെഡ്റൂം, ഇതുണ്ടോ, ഇവിടെ ബെഡ്റൂം, അങ്ങനെ രണ്ട് ഡോറുകളും നോക്കി. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ടോയ്ലറ്റിന്റെ ഡോർ ഇവിടെ വന്നിട്ട് ഇവിടെ ടോയ്ലറ്റ്, ഇവിടെ ടോയ്ലറ്റ് ഡോർ വന്നിട്ട് ഇവിടെ ടോയ്ലറ്റ്. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിന്റെ ഡോർ. ഓക്കെ, ഇവിടെ നേരെ ഒന്ന് നിന്ന് നമ്മളിത് നോക്കാൻ നേരത്തെ ഡോറും കൂടെ നമ്മൾ നോക്കണം. എങ്ങനെ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ചസ് വരുത്തുകയോ അല്ലെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇവിടെ വന്നു. അതിനകത്ത് ഇവിടെ വന്നിട്ട് വർക്ക് ഏരിയ, ഇവിടെ വർക്ക് ഏരിയ ആണ്, ഇവിടെ വർക്ക് ഏരിയ, ഇവിടെ കിച്ചൺ. ആ രീതിയിലാണ് വന്നേക്കണത്. വെളിയിലേക്ക് ഒരു ഡോർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ, പക്ഷെ ഇവിടുത്തെ ആ ഡോറിന്റെ അകത്ത് ഭിത്തി വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് എൻ്റെ ഒരു പോരായ്മ. കണ്ടോ, ഇവിടെ ഡോറ് വന്നിട്ടുണ്ട്, പക്ഷെ ആ ഡോറൊപ്പം ഇവിടെ ഭിത്തികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 100% ഇതിലേക്ക് ആയിട്ടില്ല എന്ന് മാത്രം. ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം കൃത്യമായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതേപോലെ. ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ചേഞ്ചസോ, അത് ഒരു ചെറിയ ചേഞ്ചസോ കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് മൊത്തത്തിൽ ഡിസൈൻ മാറുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എനിക്ക് അയച്ചു തരിക. അപ്പൊ അതനുസരിച്ച് ഞാൻ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ പ്രോംപ്റ്റിട്ട് അത് ജനറേറ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതാണ് വന്നത്, ഇവിടെ തെറ്റിപ്പോയെന്നുള്ള അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ റിസൾട്ട്. ഓക്കെ, നമുക്ക് ChatGPT പോയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. സിറ്റ് ഔട്ട്, ഹാള്, പൂജാ റൂം, ബെഡ്റൂമും 2 ഡോറും, W3. ഓക്കെ, ഇവിടെ വന്നു. ഇവിടുത്തെ ടോയ്ലറ്റിന്റെ ഡോർ മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ടോയ്ലറ്റ് ഡോർ മാറി, ഇവിടെ കറക്റ്റാണ്. ഇവിടെ വന്നു ഡോർ, ഇവിടുത്തെ ഡോർ മാറിയിട്ടുണ്ട്. വർക്ക് ഏരിയ, കിച്ചൺ, ഹാള്. അപ്പൊ ഈ 2 ഇമേജ് ആണ് വന്നേക്കണത്. ഇതിനകത്ത് ബെസ്റ്റ് ഇമേജ് ഏതാന്ന് വെച്ചാൽ എനിക്ക് പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലത് ഇതായിട്ടാണ് തോന്നുന്നത്. അപ്പൊ നമുക്കിത് ഈ രീതിയിൽ നമുക്ക് കമ്പാരിസൺ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പാരിസൺ ചെയ്തപ്പോഴത്തേക്കും ഈ 2 ഇതിൽ തന്നെയാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് റിസൾട്ട് ഉണ്ട്. അതിൽ തന്നെ ജെമിനിയാണ് കുറച്ചും കൂടെ നമുക്ക് റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ജെമിനി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് തന്നെ ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു ഇമേജിനെ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.